പ്ലസ് ടു കഴിഞ്ഞ് CMA എടുക്കുന്നതാണോ ബെറ്റർ അതോ ഡിഗ്രി കഴിഞ്ഞാണോ? ഇതെല്ലാവർക്കുള്ള ഡൗട്ടാണിത്. ഇന്ന് ഞാനത് ക്ലിയർ ചെയ്തുതരാം. ഹേ എവ്രി വൺ, ഐം ഷഫ്ന, CMA. ഡിഗ്രി കഴിഞ്ഞ് CMA എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ പറയാനുള്ള 5 റീസൺസ് ഞാൻ പറഞ്ഞുതരാം. റീസൺ നമ്പർ 1, പ്ലസ് ടു കഴിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ അംബീഷനും ഡെഡിക്കേഷനും ഒന്നും അത്ര സ്ട്രോങ് ആവില്ല. അങ്ങനെ പറയാനുള്ള കാരണം, ഡിഗ്രിക്ക് പോവാം, അല്ലെങ്കിൽ വേറെ കോഴ്സുകളുണ്ട്, ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് എനിക്ക് സെറ്റിൽ ആവാനുള്ള ടൈം ഉണ്ട് എന്നൊരു മൈൻഡ് സെറ്റ് വരാനും കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ബട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ജോബ് ഓറിയൻറ്റഡ് ആവും. ഡിഗ്രി കഴിഞ്ഞു, ഇനി CMA എടുത്താൽ എനിക്കത് അച്ചീവ് ചെയ്യണം, എനിക്ക് ടൈം കുറവാണ്, പെട്ടെന്ന് ജോബ് വേണം എന്നൊക്കെയുള്ളൊരു മെച്യൂർഡ് സ്റ്റാൻഡിലാവും നമ്മൾ ഉണ്ടാവുക. എന്ന് വെച്ച് പ്ലസ് ടു കഴിഞ്ഞവർക്കൊന്നും മെച്യൂരിറ്റി ഇല്ല എന്നല്ല കേട്ടോ, ഡെഡിക്കേറ്റഡ് ആയി എടുക്കുന്നവരും ഉണ്ട്. ബട്ട് 95% സ്റ്റുഡൻസും പ്ലസ് ടു കഴിഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. റീസൺ നമ്പർ 2 വേറൊന്നുമല്ല, ടൈം. പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഒരുപാട് ടൈം അവരുടെ മുന്നിലുണ്ട്. വേറെ കോഴ്സസ് ചൂസ് ചെയ്യാനും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്ക് പറ്റും. ബട്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. വേറെ കോഴ്സസ് എടുത്ത് 5-6 വർഷം കളയാൻ അവർക്ക് ഉണ്ടാവില്ല. സോ ഡിഗ്രി കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടേം പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് CMA. റീസൺ നമ്പർ 3, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് CMA പാസ്സായാലും നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് CMA സർട്ടിഫിക്കേഷൻ കിട്ടൂ. ചുരുക്കി പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി മസ്റ്റാണ്. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ഡിഗ്രി ലൈഫൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് പിന്നെ സീരിയസ് ആയി CMA എടുക്കുന്നതാവും ഒന്നുകൂടി ബെറ്റർ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ബാക്കി റീസൺസ് അടുത്ത പാർട്ടിൽ. സോ ഇങ്ങനത്തെ CMA റിലേറ്റഡ് ഇൻഫോർമേഷൻസ് കിട്ടാൻ ഡു ഫോളോ മൈ അക്കൗണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. അപ്പോൾ ബൈ.